ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചക്കക്കുരു മാങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്താ ചേരുവകളാണ് ഇതിൽ വേണ്ടതെന്നും നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചക്കക്കുരു മാങ്ങ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ കണ്ടില്ലേ, ഇത് കഴിഞ്ഞ വർഷത്തെ വെള്ളത്തിലിട്ട മാങ്ങയാണ്. ഞാനിത് കുറച്ചും അരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം പുറത്തെടുത്ത് വെച്ചതാണ് ഉപ്പും വെള്ളത്തിൽ നിന്ന്. നമുക്ക് ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിന് ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കുറച്ചും വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് സെറ്റാക്കി. കണ്ടില്ലേ, കുറച്ചും വെള്ളം മതി. ഒരുപാട് വെള്ളം വെച്ചാൽ ചക്കക്കുരു അങ്ങനെ വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തക്കത്തെ മാത്രം വെള്ളം മതി. എന്നൊന്ന് കുക്കറിൻ്റെ മൂടടച്ചിട്ട് ഒരു 3 വിസിൽ വരും വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു 3 വിസിലിട്ടിന് അപ്പോൾ നന്നായി വെന്ത് കാണും. അത് കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. ഇത് ചക്കക്കുരുവിലേക്ക് ചേർക്കാനുള്ള ചേരുവകളാണ്. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ ഒന്ന് നന്നായി ഞെരടി എടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ചും തേങ്ങയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തത്. ഇത് കുറച്ച് ഉണക്കമുളക് ഇടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കറിവേപ്പില, കടുക്, ഇത്ര സാധനം വെച്ച് നമുക്ക് ചക്കക്കുരു മാങ്ങ കറി ഉണ്ടാക്കാം. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് കുത്തി കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ കറി വെക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതൽ. ഇനി ഉടയാത്ത ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒന്ന് തവി വെച്ചിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. ഈ മാങ്ങ ഈ പരുവത്തിലാക്കി കിട്ടണം. അതിനാണ് ഞാൻ വെള്ളത്തിലിട്ടെടുക്കുന്നത്. ഒരു 3 ദിവസം മുമ്പേ ഞാൻ ഇതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നെങ്കിൽ ഈ രൂപത്തിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മുറിച്ചിടാൻ ആ രീതിയിലേ കിട്ടും. പക്ഷേ ഈ കറിക്ക് മാങ്ങ ഈ ടേസ്റ്റിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതും കൂടി ഇതിൻ്റെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തു. ഇത് നന്നായി മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആ മാങ്ങയുടെ അണ്ടിയോട് കൂടിയിട്ടിട്ടുള്ളതാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ തേങ്ങ ചതച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. അതിൻ്റെ ഒന്നിച്ച് ഒരു 2 വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ തേങ്ങയുടെ ഒന്നിച്ച്. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടി കുക്ക് ചെയ്യാം. എന്താ വെച്ചാൽ തേങ്ങ ഇട്ടതല്ലേ, അന്നേരം അത് ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇനി കറി മാറ്റി വെച്ച് നമുക്ക് താളിച്ചിടാനാക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില വഴി ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് ഇടിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ഈരും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയിലും ചേർത്തിട്ടുണ്ടായിരുന്നു, ഈരും ചേർത്തിട്ടുണ്ട്. താളിച്ച മുളകെല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലേ, നല്ല എണ്ണയും മുളകിൻ്റെതും വെളുത്തുള്ളി ഇതെല്ലാം മണം തന്നെ അടിക്കുന്നു. നല്ല ആവി പാറുന്ന നമ്മളെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ അപ്പത്തിൻ്റെ ഓട്ടുപോളാന്ന് പറയില്ല, ആ അപ്പത്തിൻ്റെ ഒന്നിച്ചെല്ലാം തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കറിയും ഓട്ടുപോളയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ കൂടി പറയുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.